ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ എവർഗ്രീൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണ്. മുരിങ്ങയ്ക്ക ഇട്ട ഒരു ഒഴിച്ചു കൂട്ടാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സെപ്പറേറ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഞാനങ്ങനെ ചേർത്ത് കണ്ടിട്ടില്ല, പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ഒഴിച്ചു കറിക്ക്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ കറിക്ക് വേണ്ടി ഞാൻ വലിയ 2 മുരിങ്ങയ്ക്ക ഇതേപോലെ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നേരെ ആകത്തക്ക രീതിയിലൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇത് നാടൻ മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ നമ്മുടെ കറിക്ക്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഉലുവയാണ്. വേറൊന്നുമല്ല, ജീരകമല്ല, ഉലുവയാണ് കേട്ടോ. അപ്പം നമ്മൾ ഏത് ഒഴിച്ചുകറി വെക്കാനായാലും കുറച്ച് ഉലുവയും കൂടെ ചേർക്കുമ്പോൾ അതിനൊരു ഉണക്കമീൻ ഉണക്കക്കൊഞ്ചൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ആ ഒഴിച്ചുകറിക്ക് കിട്ടും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ചേർത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങയ്ക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മുരിങ്ങയ്ക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല നാടൻ മുരിങ്ങയ്ക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒത്തിരി കുറുക്കി എടുക്കാതിരിക്കുക. കുറുക്കി എടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് കാണത്തില്ല. കുറച്ച് ലൂസായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒഴിച്ചെറിയ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് ആവി പറക്കണം കേട്ടോ. നന്നായിട്ട് ആവി വരണം. എന്നിട്ടേ ഫ്ലെയിം ഓഫ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോഴേ കറി നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് നല്ലൊരു മണവും രുചിയും കിട്ടാൻ ലാസ്റ്റ് ഈ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളകും അതേപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉലുവ ചേർത്ത നമ്മുടെ മുരിങ്ങയ്ക്ക ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ചോറിന് ഒഴിച്ചു കൂട്ടാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കൂട്ടാനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്